സ്വാഗതം സായന്ന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഏഞ്ചൽസിനോടും ആൻസസ്റ്റേഴ്സിനോടും ഒരു സന്ദേശം ചോദിച്ചിട്ടുണ്ട്. അത് അവർ പറഞ്ഞിട്ടുണ്ട്. ഏത് കാര്യത്തെക്കുറിച്ചാണ് അവർ പറയാൻ പോകുന്നത് എന്നുകൂടി എനിക്കറിയണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സന്ദേശം. അതിൽ എന്ത് ഔട്ട്കമാണ് എനിക്ക് കിട്ടുക എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്കത് ഉദ്ദേശിക്കുന്നത് താങ്കളെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇവരുടെ ഇത് നമുക്ക് ആദ്യം സന്ദേശം നോക്കാം. ഇത് സീർ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് സന്യാസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് സീ ബിയോണ്ട് ദ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഒരു ചുറ്റുപാടിൻ്റെ ബിയോണ്ടായിട്ട് അതിനപ്പുറമായിട്ട് കാണാനാണ് പറയുന്നത്. ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്റ്റലിലേക്കാണ്. ഇതിനെ ക്രിസ്റ്റലോമാൻസി എന്ന് പറയും. അതായത് അതിലേക്ക് നോക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരെന്തോ കാണാൻ ശ്രമിക്കുന്നു. ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ഒരു ലവ് ഷേപ്പ് നമുക്ക് കാണാം വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്നും ബിയോണ്ടായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സിറ്റുവേഷനെ കുറിച്ചാണ് ഒരു പറയുന്നതെന്ന് അറിയാനാണ് ഈ കാർഡ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കപ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇമോഷൻ്റെ കാർഡാണ്. ക്വീൻ എന്ന് പറയുന്നത് അതിൻ്റെ മെച്ചുറായിട്ടൊരു വനിതനെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മെച്ചുറായിട്ടൊരു വനിത എന്ന് പറയുന്നൊരു വ്യക്തി അവരുടെ ഇൻറ്റ്യൂഷൻ, അവരുടെ ആന്തരിക ശബ്ദം ഇപ്പോൾ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ താങ്കളുടെ കാര്യത്തെക്കുറിച്ചിട്ട് താങ്കളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ പറയൂ. പക്ഷേ അത് പുറത്ത് പറയാനുള്ളൊരു ഭയം താങ്കൾ കാണുന്നു. പക്ഷേ താങ്കൾക്കറിയാം താങ്കളുടെ ചിന്ത ശക്തമാണ്, കറക്റ്റാണെന്നുള്ളത്. പക്ഷേ ഇത് തുറന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളത് കൊണ്ട് അത് താങ്കളുടെ മനസ്സിൽ താങ്കൾ ഇപ്പോൾ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ ആണ് താങ്കളോട് പറയുന്നത്, ഇപ്പോഴത്തെ ഇത് നോക്കരുത്, ഭാവിയെക്കുറിച്ചാണ് ഓർക്കേണ്ടത്. അതായത് താങ്കളിത് തുറന്നു പറഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് ആ റിസൾട്ട് നോക്കാം. ഇത് 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പാർട്ട്ണർഷിപ്പിൻ്റെ കാർഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിൻ്റെ കാർഡുകളാണ്, സ്നേഹത്തിൻ്റെ കാർഡാണ്, തീർച്ചയായിട്ടും തുല്യതയുടെ കാർഡാണ്, തുല്യമായിട്ട് രണ്ടുപേരും നിൽക്കുന്ന കാർഡാണ്, ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു ഐഡിയ താങ്കൾ തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ താങ്കൾ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. താങ്കളെ സപ്പോർട്ട് ചെയ്യാനും താങ്കളുമായിട്ട് സഹകരിക്കാനും തയ്യാറായി അപ്പുറത്തൊരു വ്യക്തി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഉള്ളിൽ താങ്കൾ കൊണ്ടു നടക്കുന്ന താങ്കളുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അറിവ് ഇത് പങ്കുവെക്കേണ്ട എന്നിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തുറന്നു പറയാം. അത് താങ്കൾക്കുള്ള സപ്പോർട്ട് കിട്ടുന്നതാണ് ഈ കാർഡ് പറയുന്നത്. മാത്രമല്ല ഇതെല്ലാം ഒരു കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. അപ്പോൾ ഇമോഷൻ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. അപ്പോൾ ആരെങ്കിലുമായിട്ട് പിണക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് താങ്കളുടെ ഭാഗത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ അത് സെറ്റിൽമെൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ടാവാം. അതാണ് ഇന്നത്തെ കാർഡുകൾ പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.